ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ട്രീറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ വളരെയധികം ഇഷ്ടമായിട്ടുള്ള ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. ഇനി ഷവർമ കടയിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷവർമ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഷവർമ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ പീസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഷവർമ തയ്യാറാക്കുമ്പം എല്ലില്ലാത്ത ചിക്കൻ പീസ് തന്നെ എടുക്കാൻ നോക്കുക. ഇപ്പോൾ എല്ലുള്ള ചിക്കൻ പീസ് ആണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എല്ലൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാനുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു മിക്സി ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി പേസ്റ്റ് ഇടാം. ഇതിന് പകരം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്ക് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഇത് നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഈ ചിക്കനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കനിലെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിലെല്ലാം നന്നായിട്ട് ഇത് പറ്റിപ്പിടിക്കണം. ഇത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടികളൊക്കെ ഡയറക്റ്റ് ചിക്കനിലേക്ക് ഇട്ട് വേണമെങ്കിലും മാഗ്നേറ്റ് ചെയ്യാം. പക്ഷേ മിക്സിയിൽ അടിച്ചെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പം. ഇപ്പം ഞാൻ നന്നായിട്ട് ചിക്കനിൽ മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ നമ്മുടെ ഷവർമയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം ഇത് ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കന് കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാനിവിടെ എല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മുടെ ഷവർമ തയ്യാറാക്കാനുള്ള ചിക്കൻ തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഇതിന് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ള 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാബേജ് ആണ്. ഞാൻ ക്യാബേജ് കുഞ്ഞു കുഞ്ഞായിട്ട് ഇതേ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാൻ വലിയൊരു സവാള ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുക്കുംബറും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെയൊക്കെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ ഒന്ന് മിക്സിക്കകത്ത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എടുക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കന് നേരത്തെ ഉപ്പിട്ടതാണ്. അതുകൊണ്ട് ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. ചെറിയൊരു പുളിക്ക് വേണ്ടിയാണ് ചേർക്കുന്നത്.
പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തായിരുന്നു. അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാടാവണ്ട. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനിലും വെജിറ്റബിൾസിലും എല്ലാം ഈ സോസും മയണൈസും ഒക്കെ നല്ലപോലെ ഒന്ന് പിടിച്ചു വരണം. അപ്പോൾ നന്നായിട്ട് ഒരു സ്പൂണും കൊണ്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഇതിവിടെ ഞാൻ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ ഷവർമ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഷവർമ സെറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് കുബൂസ് ആണ്. ഈ കുബൂസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തായിരുന്നു. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കുബൂസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുബൂസ് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണും വെച്ച് ഈ സോസ് നന്നായിട്ട് ആ കുബൂസിൽ ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇതിൽ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ സോസിൻ്റെയും മയണൈസിൻ്റെയും ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒരുപാടങ്ങ് കൂടിപ്പോകരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റോളാക്കി എടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കുബൂസിൻ്റെ ഒരു സൈഡിൽ നിന്ന് കൈ നല്ലപോലെ പ്രസ് ചെയ്ത് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് വേണമെങ്കിലും ഇത് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പം ബട്ടർ പേപ്പർ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഡയറക്റ്റ് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കടയൊന്നും വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.